എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായല്ലോ നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ട്. ഇന്ന് നമ്മളൊരു കിടിലൻ ഫേഷ്യലുമായിട്ട് വരികയാണ്. എല്ലായ്പ്പോഴും ഇടുന്നത് എല്ലാം നല്ല ഫേഷ്യൽ തന്നെയാണ്, പക്ഷെ ഇത് നല്ല ഒരു ഗ്ലാസ് സ്കിൻ ഫേഷ്യലാണ്. എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടം ഗ്ലോ, ഗ്ലാസ് സ്കിൻ, അതൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം. മേക്കപ്പ് ആയാലും ഫേഷ്യൽ ആയാലും എല്ലാം ഗ്ലാസ് സ്കിന്നാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. മുന്നേ നമ്മൾ കൊറിയൻ ഫേഷ്യലൊക്കെ ചെയ്തപ്പോഴും ഒക്കെ അതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക തരം ഫേഷ്യലാണ്, പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മുടെ വീട്ടിൽ കിച്ചണിലുള്ള സാധാരണ സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ്. ഡയമണ്ട് ഫേഷ്യൽ ചെയ്താൽ എങ്ങനെയാണോ റിസൾട്ട്, ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പുറത്തെങ്ങും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഒരിടത്ത് പോകണമെങ്കിൽ നല്ല സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി പോകാൻ പറ്റും. അപ്പം നമുക്ക് ആ വീഡിയോ ചെയ്യാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. പലരും സ്കിപ്പ് ചെയ്ത് നോക്കും, പക്ഷെ അങ്ങനല്ല കാണേണ്ടത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്നതിന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിസ്സാരമായ സാധനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. വലിയ പൈസ ചെലവുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അതാണ് നല്ലത്. ഇപ്പം ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. നമ്മുടെ താരമാണ് അരിപ്പൊടി, അറിയാമല്ലോ. അപ്പോൾ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, സ്കിൻ, നമ്മുടെ ഫേസ് ക്ലീൻ ആക്കണം. അത് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ കൂടുതലായിട്ട് അങ്ങ് ലെങ്ത് ആയിപ്പോൾ വീഡിയോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടില്ലല്ലോ. കണ്ടോ, റൈസ് ജ്യൂസ്. ഈ കഞ്ഞിവെള്ളം ഇത്തിരി കോട്ടണിയും മുക്കി നന്നായിട്ട് ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിനു ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ക്ലീൻ. അപ്പൊ തന്നെ നല്ല ഫേസ് നല്ല ഗ്ലോ കിട്ടും, നല്ല ഗ്ലാസ് സ്കിൻ പോലെ ആകും. അപ്പൊ ഇത് വെച്ച് നിങ്ങൾ എല്ലാവരും ആദ്യം ചെയ്യണം. ഞാനിപ്പോൾ അത് ക്ലീൻ ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഞാനിനി അത് ചെയ്യുന്നില്ല. സ്ക്രബ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. കഞ്ഞിവെള്ളം തൊട്ട് ക്ലീൻ ആക്കിയാൽ മതി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റൈസ് ഫ്ലോർ, അരിപ്പൊടി, പുട്ടിന്റെ മാവൊക്കെ മതി. എല്ലാവരും ചോദിക്കും പുട്ട് വേണോ, വറുത്ത പൊടി വേണോ, ഏത് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. ഇത്തിരി അരിപ്പൊടി എടുക്കുക. അതിനകത്ത് എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഇത്തിരി എടുത്ത് മിക്സ് ചെയ്യുന്ന രീതിയിൽ. കഞ്ഞിവെള്ളം ഇല്ലാത്ത, അരിപ്പൊടിയൊന്നും ഇല്ലാത്ത ഒരു വീടുകളും ഇല്ല. കേട്ടോ, കഞ്ഞിവെള്ളം, അരിപ്പൊടിയിൽ ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ച്, പാലും ഒന്നും അല്ല ഒഴിക്കുന്നത്, കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വളരെ നല്ലതാണ്. നമുക്കറിയാലോ, കൊറിയക്കാരെല്ലാം ഉപയോഗിക്കുന്നത് റൈസ് ജ്യൂസ് എന്നും പറഞ്ഞ് അവർ ഓൺലൈനിലൊക്കെ വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വളരെ ചെലവ് കുറഞ്ഞൊരു കാര്യമാണ് കഞ്ഞിവെള്ളം. കണ്ടോ, ഇത് വെച്ചാണ് നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫേസ്. ശേഷം അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്കിപ്പ് ചെയ്തത്, മാറ്റിക്കളഞ്ഞത്. നിങ്ങളത് ചെയ്തോണം. അരിപ്പൊടിയിൽ കഞ്ഞിവെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. സ്ക്രബാണിത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. കാരണം വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ സൂപ്പറായിട്ട് ഇതിനകത്തും പോകും. അപ്പൊ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആവും. അരിപ്പൊടിക്ക് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ടല്ലോ. നമുക്ക് എല്ലാത്തിനും നമ്മൾ അരിപ്പൊടി ചേർക്കും. കംപ്ലീറ്റ് ഇതെല്ലാം കഴുത്തിലും കൂടെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കഴുത്തിലും കൂടെ ചെയ്യാം. പാക്കൊക്കെ സ്ക്രബ് ചെയ്യണമെന്നില്ല. നമ്മൾ നന്നായിട്ടൊരു ചെറിയ മസാജ് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് തന്നെ ചെയ്യാം. എല്ലാ ബ്ലാക്ക് ഹെഡ്സും ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇത് മാത്രം തന്നെ ചെയ്താൽ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. പക്ഷെ ഇത് ഫേഷ്യൽ ആകുമ്പോൾ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. ടാനൊക്കെ മാറാനും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ചെയ്യാം.
ഉണ്ടോ, ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യണം. ഇനി ഇതൊന്ന് കോട്ടൺ വെച്ച് തുടച്ചെടുക്കണം. കുറച്ച് കോട്ടൺ എടുത്ത് നിങ്ങൾ തന്നെ നോക്കിയാൽ നല്ലൊരു ചേഞ്ച്. ഉണ്ടോ, അത് തുടയ്ക്കുമ്പോൾ തന്നെ അല്ല സ്കിന്നൊക്കെ നല്ല ഒരു ബ്രൈറ്റൻ ആവും, ഗ്ലോ ആവും. അരിപ്പൊടിയും കഞ്ഞിവെള്ളവും കൂടെ ആകുമ്പോഴത്തേക്ക് പറയേണ്ട കാര്യമേ ഇല്ല. ഇതിപ്പം ഞാൻ കുറച്ച് സമയം ചെയ്തോളൂ, നിങ്ങളെ വീഡിയോ കാണി. നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, സമയം എടുക്കാം. കഴുകുകയാണ്. തൗലച്ചങ്ങ് തുടയ്ക്കാം. സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. നല്ലോണം തുടയ്ക്കണമെന്നില്ല, ഇതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്, കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് സമയം കളയാതെ അങ്ങ് ചെയ്യുകയാണ്, മസാജാണ്. ഇത് നല്ല നിങ്ങൾ ക്ലീൻ ആയിട്ട് തുടയ്ക്കുക. ഞാനിപ്പോൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് തുടച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യുന്നത് മസാജിങ് ക്രീമാണ്. അത് വേറെ ഒന്നുമില്ല, ഇത്തിരി അലോവേര ജെല്ല്. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു കാര്യമായിട്ട് ഇതിനകത്തുള്ളത്. അലോവേര ജെല്ല് നന്നായിട്ട് ഇത്തിരി അലോവേര ജെല്ല് എടുക്കുക. അലോവേര ജെല്ല് വെച്ചാണ് മസാജ് ചെയ്യുന്നത്. ഇതിനകത്ത് ചേർക്കുന്നത് കഞ്ഞിവെള്ളം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇതും റൈസ് ജ്യൂസാണ്. എല്ലാം നമ്മൾ കഞ്ഞിവെള്ളം വെച്ചാണ് ചെയ്യുന്നത്. ഇത്തിരി കഞ്ഞിവെള്ളം ഒന്ന് മിക്സ് ചെയ്താനായിട്ട് എടുക്കുക. അലോവേര ജെല്ലും കഞ്ഞിവെള്ളവും ഉണ്ട്, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇത്തിരി തേനും കൂടെ ചേർക്കാം. തേൻ അഥവാ തേൻ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. തേൻ നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം. തേനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ, ശകലം ചേർക്കുന്നു. തേനൊരു യാതൊരു നിർബന്ധവും ഇല്ല. അലോവേര ജെല്ലും ഈ കഞ്ഞിവെള്ളവും മാത്രം മതി. തേനൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് മസാജ് ചെയ്യാം. നല്ലൊരു മസാജിങ് ക്രീമാണിത്. മസാജ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയാലോ. ഇട്ടപ്പോൾ തന്നെ നല്ല തണുപ്പും നല്ല സുഖവും ഉണ്ട്. മസാജിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്, അതിനകത്തൊരു ശകലം കഞ്ഞിവെള്ളം കൂടെ ഒഴിക്കുക. കഞ്ഞിവെള്ളം സ്വല്പം കൂടിയാലും കുഴപ്പമില്ല. ഞാൻ ഒരുപാട് മസാജ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മസാജിന് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ലൈറ്റ് മസാജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മുടെ സമയം പോവും. നിങ്ങൾ തന്നെ പറയും വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയി,
അതുകൊണ്ട് കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ മസാജ് ചെയ്യാം. കണ്ണുമൊക്കെ മസാജ് ചെയ്തെടുക്കാം. അതങ്ങ് തുടച്ചാൽ മതി. കഴുകിയൊന്നും വേണ്ട, എല്ലാം നമ്മൾ കോട്ടൺ വെച്ച് തുടച്ചെടുക്കുക. കോട്ടൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്പോഞ്ച് പല പാഡുകളും കിട്ടും, പക്ഷെ ഞാനെല്ലാം കോട്ടൺ വെച്ചാണ് തുടയ്ക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓരോ ഇത് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഫീലുണ്ട്. നിങ്ങൾക്ക് ഇത്തിരി സമയം എടുത്ത് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഞാൻ കുറച്ച് സമയം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 1 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. നിങ്ങളപ്പോൾ കുറച്ച് ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും. തുടയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മുഖം മൊത്തം ഈ അലോവേര ജെല്ലായോണ്ട് ഒരുമാതിരി ഇരിക്കുന്നത്. അതുകൊണ്ട് കണ്ട, ഇപ്പൊ തന്നെ ഒരു ചേഞ്ച് വന്നല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്കാണ്. എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാക്ക് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് അരിപ്പൊടി തന്നെയാണ്. അരിപ്പൊടി കുറച്ച് അരിപ്പൊടി, പിന്നെ ചേർക്കുന്നത് നമ്മുടെ തൈരിന്റെ അറിയാമല്ലോ ഗുണം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഒന്നുമില്ല. തൈര് അടിപൊളിയാണ്. തൈര് ചേർക്കുക. വേണ്ട, അരിപ്പൊടി, തൈര് നിങ്ങൾക്ക് കാണാമല്ലോ. തൈര്, പിന്നെ നമ്മുടെ റൈസ് ജ്യൂസ്, കഞ്ഞിവെള്ളം, കുറച്ച് കഞ്ഞിവെള്ളം, മിക്സ് ചെയ്യാനുള്ള കഞ്ഞിവെള്ളം. പിന്നെ അതിനോടൊപ്പം ഞാൻ ഇത് കാണിക്കുക, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ ഗോതമ്പ് മാവ് ഇടാം. കടലമാവ് ഇടണമെന്ന് നിർബന്ധമില്ല. ഗോതമ്പ് മാവും അരിപ്പൊടിയും കൂടി ഇടുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ എൻ്റെ ഗോതമ്പ് മാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി കടലമാവാണ്. ഞാൻ കടലമാവ് കുറച്ച് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ്. കടലമാവാണിത്. അപ്പൊ നിങ്ങൾ ഗോതമ്പ് മാവ് തന്നെ ചേർക്കുക. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം അരിപ്പൊടി, ഗോതമ്പ് മാവ്, തൈര്, പിന്നെ ഇത്തിരി തേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. ഇനി അത് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഇത്തിരി കൂടെ തൈര് ചേർക്കാം. തൈര് സ്കിന്നിന് എത്ര ചേർത്താലും വളരെ നല്ലതാണ്. മനസ്സിലായല്ലോ എന്തൊക്കെയാണെന്ന്. അരിപ്പൊടി, ഗോതമ്പ് പൊടി, തൈര്, തേൻ, കഞ്ഞിവെള്ളം. മിക്സ് ചെയ്യാൻ കഞ്ഞിവെള്ളമാണ്. നമ്മൾ വേറെ പാലോ ഒന്നും ചേർക്കുന്നില്ല. കഞ്ഞിവെള്ളം നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. കഞ്ഞിവെള്ളം രാവിലെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു വെച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് തലേ ദിവസം കഞ്ഞിവെള്ളം എടുത്തു വെച്ച് ഒന്ന് ചെറിയ പുളിപ്പോട് കൂടി ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ് ക്ലെൻസ് ചെയ്യാൻ ഫേസ്. ഞാനിപ്പോൾ ഇതൊന്നും അല്ല, ഇതിപ്പോൾ തീരുമാനിച്ചൊരു കാര്യം, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇടാം. നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ല പുളിപ്പ്, നല്ല തണുപ്പ്, പുളിപ്പല്ല തണുപ്പ്, തൈരിന്റെ നല്ല തണുപ്പും ഒരു പുളിയും മണവും ഒക്കെ ഉണ്ട്. കടലമാവ് ഇട്ടെന്ന് പറഞ്ഞും കുഴപ്പമില്ല, പക്ഷെ ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. ഗോതമ്പ് മാവ്, അരിപ്പൊടിയും ഗോതമ്പ് മാവും ഇടുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. കഴുത്തിലും കൂടി ഇട്ടേക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പാടും ഇല്ല ചെയ്ത്. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിച്ചത് അതിനാ. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി, ഗോതമ്പ് പൊടി ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ അരിപ്പൊടി ഇല്ല, അല്ല ഗോതമ്പ് മാവില്ല, അരിമാവ് മാത്രമേ ഉള്ളെങ്കിൽ അരിമാവ് വെച്ച് ചെയ്യാം. പക്ഷെ അരിമാവ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം പറയാൻ, ചോറ് കാണുമല്ലോ, ആ ചോറൊന്ന് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് ഇച്ചിരി തൈരും കൂടെ ചേർത്ത് ഈ പറയുന്ന ബാക്കി സാധനം കൊണ്ട് ചെയ്യാം. ഞാൻ അരി ഇല്ല എന്നും പറഞ്ഞ് വിഷമിക്കണ്ട, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം.
ഭയങ്കര നല്ല റിസൾട്ടാണ്. നിങ്ങൾ നോക്കിക്കോ, ഗ്ലോ ആയിരിക്കും, സ്കിന്നൊക്കെ സൂപ്പർ. കാര്യത്തിലും കൂടെ ഇത്തിരി ഇട്ടേക്കാം. ഈ മയക്കിരിക്കുന്നതുകൊണ്ടേ അവിടെ ഇട്ടാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് ഇത്രയും മതി. ഇനി ഞാനിതൊന്ന് ഉണക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ പാക്ക് ഒരുമാതിരിയൊക്കെ ഉണങ്ങി, ഒരുപാട് ഉണങ്ങിയില്ല, ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് എടുക്കുന്നതാണ് നല്ലത്. മസാജ് ചെയ്യാൻ വേണ്ടി നന്നായിട്ടൊരു മസാജ് കൊടുക്കണം. നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കാം. നെറ്റിയൊക്കെ നല്ല ഉണങ്ങി, ഒരുപാട് ഉണങ്ങി കഴിഞ്ഞാലേ നമുക്ക് മസാജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. തേച്ചങ്ങ് എടുത്താൽ മതി. നമ്മൾ എന്ത് പാക്കും വെറുതെ അങ്ങ് ബ്രഷ് വെച്ചോ അല്ല സ്പോഞ്ച് വെച്ചോ ഒന്ന് തുടച്ചെടുക്കരുത്. നന്നായിട്ടൊന്ന് ലൈറ്റ് മസാജ് കൊടുത്തെടുത്താൽ അത്രയ്ക്കും ഒരു ഭംഗി കാണും. നമുക്കങ്ങ് തുടയ്ക്കാം. സ്കിന്നൊക്കെ ഗ്ലോ ആവും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനകത്തൂടെ എങ്ങനെ കാണുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്യുന്ന എഫക്റ്റ് ഉണ്ട്. ഉണ്ടോ? 10 പൈസ കൊടുക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ചെയ്തുകൂടെ? നമ്മുടെ വീട്ടിന്റെ അടുക്കളയിൽ കാണുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ തൈരിന്റെ ഒക്കെ ഒരുപാട് പേർക്ക് എഫക്റ്റ് ആണെന്ന് പറഞ്ഞ ആൾക്കാരെ വിളിക്കാറുണ്ട്. അതിലും എഫക്റ്റ് ആയിരിക്കും ഇത്. എല്ലാം നല്ലത് തന്നെയാണ്. ഏതാ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് ഉള്ളത് അത് നിങ്ങൾ ചെയ്യുക. പക്ഷെ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. എവിടെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണിത്. സ്കിൻ ഗ്ലോ, ഗ്ലാസ് സ്കിൻ അറിയാമല്ലോ. കൊറിയക്കാരൊക്കെ ചെയ്യുന്ന എന്താ, ജാപ്പാനീസുകൾ ആൾക്കാരെല്ലാം ചെയ്യുന്നത് ഈ അരിപ്പൊടി, റൈസ്, ചോറ് അതൊക്കെ അരച്ചാണ് അവർ ചെയ്യുന്നത്. കഞ്ഞിവെള്ളമാണ് അവരുടെ മെയിൻ സാധനം. നന്നായിട്ട് മുഖം തുടയ്ക്കുക. നല്ല ചേഞ്ച് ഇല്ലേ? നിങ്ങൾക്ക് ഇത് ഇത്രയും നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി എൻ്റെ കഞ്ഞിവെള്ളം തീർന്നു പോയി, കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് കളഞ്ഞു. ഇത്തിരി കഞ്ഞിവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കണം കേട്ടോ. കഞ്ഞിവെള്ളം തീർന്നു പോയി എൻ്റെ. നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം ഇരിക്കണല്ലോ. ഞാൻ ഇത് ചെയ്യുന്നെന്നുള്ളൊരു ഇതിലിരുന്നതല്ല. രാവിലെ അരി വെച്ചതിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് കളഞ്ഞു, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് ആ കഞ്ഞിവെള്ളം വെച്ച് ഒരു മസാജ് ചെയ്യുന്നത് നല്ലൊരു ഗ്ലോയ്ക്കാണ്. നമ്മളൊരു മോയ്സ്ചറൈസർ ഇടുന്നതിൻ്റെ അതേ ഇത് വരും. പക്ഷെ നമുക്ക് തുടച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് തുടച്ചാൽ മതി. കോട്ടൺ വെച്ച് അങ്ങ് തുടയ്ക്കണം. നല്ലൊരു മസാജ് കൊടുക്കുക. കഞ്ഞിവെള്ളമാണ്. ഇനി കഞ്ഞിവെള്ളം എന്താണെന്ന് ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. കാടിയാണോ കഞ്ഞിവെള്ളമാണോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചത്. കഞ്ഞിവെള്ളമാണ്, അരി വേവിച്ച വെള്ളമാണിത്. കാടി എന്ന് പറയുന്നത് അരി കഴുകിയ വെള്ളമാണ്. രണ്ടും ചോദിക്കാറുണ്ട്. അത് എന്ന് നന്നായിട്ടങ്ങ് ഫേസ് മാത്രം ഞാൻ നല്ല ക്ലീൻ ആക്കുകയാണ്. കഴുത്തിന് നല്ലോണം കഴുകണം, നല്ല ശരിയാക്കുക. കണ്ട നല്ലൊരു ഗ്ലോ വരും. ലാസ്റ്റ് സ്വല്പം കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു ലൈറ്റ് മസാജും കൂടെ നിങ്ങൾ കൊടുക്കണം. കഴുത്തിലൊക്കെ ഇരിക്കുകയാണ്, അതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിക്കോളാം. അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കുക. നല്ല ഗ്ലോ ഇല്ലേ? സൂപ്പർ ഗ്ലോ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യണം. നല്ല വ്യത്യാസം വരും. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ഇടും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ അന്ന് തന്നെ രാവിലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ തലേ ദിവസം ചെയ്യാം. യാതൊരു കെമിക്കലും ഇതിനകത്തില്ലല്ലോ. ഉടൻ തന്നെ നമുക്ക് ചെയ്തിട്ട് പോകാം. ഇപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും പുറത്തു പോകാൻ വയ്യ, പുറത്തു പോയി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, പല അവസ്ഥകളുണ്ട്, നമുക്ക് പോകാൻ പറ്റാത്തതുണ്ട്. എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. നിങ്ങൾ സ്ഥിരം ഇതിപ്പം ആഴ്ചയിൽ 1, 2, 3 ഒക്കെ പ്രാവശ്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് കെമിക്കലായിട്ടൊരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ഡെയിലി ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ ടാനൊക്കെ മാറാനും വെയിൽ കൊണ്ടുള്ള ആ കരിവാളിപ്പൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ്. സ്കിൻ ഗ്ലോ ആകും,
സോഫ്റ്റ് ആവും. ഇപ്പൊ തന്നെ എന്റെ സ്കിന്നിൽ ഒന്ന് പിടിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്യുക, റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.